വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ പുനർനിർമ്മാണം നടത്താൻ തയ്യാറാകാത്ത കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിക്കും എ.സി. മൊയ്തീൻ എം.എൽ.എക്കുമെതിരെ വേറിട്ട പ്രതിഷേധവുമായി യുവാക്കൾ. തകർന്നു കിടക്കുന്ന റോഡിലൂടെ ഓഫ് റോഡ് ബൈക്ക് റൈസ് നടത്തിയാണ് വെള്ളറക്കാട് VFI അംഗങ്ങൾ പ്രതിഷേധം നടത്തിയത്. 50ഓളം ബൈക്കുകൾ അണിനിരന്ന ഓഫ് റോഡ് ബൈക്ക് റൈസ് പ്രതിഷേധത്തിൽ 100-ലധികം യുവാക്കൾ പങ്കെടുത്തു. ക്ലബ്ബ് രക്ഷാധികാരി PU പ്രകാശൻ ബൈക്ക് റൈസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വിജയിക്ക് ട്രോഫിയും ഒപ്പം പ്രതീകാത്മകമായി 4.5 കോടി രൂപയുടെ ചെക്കും നൽകി. ക്ലബ്ബ് രക്ഷാധികാരി PK നൌഷാദ്, പ്രസിഡന്റ് CM നിഷാദ്, സെക്രട്ടറി CA സമദ്, അഫീഫ്, ലിബിൻ K മോഹൻ, CH ഷംസീർ, CS ശ്രീരാഗ് എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയെയും അക്കിക്കാവ് എരുമപ്പെട്ടി ബൈപ്പാസ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഈ റോഡ് 4 കിലോമീറ്ററിലധികം ദൂരമാണ് തകർന്ന് യാത്രായോഗ്യമല്ലാതായി കിടക്കുന്നത്. 10 വർഷം തുടർച്ചയായി ഭരിച്ച LDF പഞ്ചായത്ത് ഭരണസമിതിയും 15 വർഷം തുടർച്ചയായി കുന്നംകുളം മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുകയും 5 വർഷം മന്ത്രിയായിരിക്കുകയും ചെയ്ത A.C. മൊയ്തീൻ MLA-യും റോഡിനെ അവഗണിച്ചുവെന്ന് നാട്ടുകാർ പറഞ്ഞു. വെള്ളറക്കാട് മുതൽ തുപ്പലശ്ശേരി വരെയുള്ള റോഡ് ഇതിന്റെ ശോചനാവസ്ഥ പലതവണ നമ്മുടെ കടങ്ങോട് പഞ്ചായത്തിലുള്ള അധികൃതരെയും MLA-യും ഉൾപ്പെടെയുള്ള ആൾക്കാരെ അറിയിച്ചിട്ടും ഇതിന് യാതൊരു നടപടികളും എടുത്തിട്ടില്ല. ഇത് പല സമയം ഉദ്ഘാടനം പോവുക, നാട്ടുകാരെ എങ്ങനെ കളിയാക്കുക എന്നുള്ള രീതിയിലാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ യുവാക്കളുടെ ഒരു സമരമായിട്ടാണ് ഇതിനെല്ലാവരും. നമ്മളെ ഇത്തരം ചെറുപ്പക്കാരൊന്നും ഇങ്ങനെയുള്ള സമരങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടിരുന്നില്ല. പക്ഷെ ഇവിടെയുള്ള ഓരോ അവസ്ഥയിലും ഇപ്പോൾ ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവർ വേറെ വഴികളിലൂടെയാണ് പോകുന്നത്. 4.5 കോടി രൂപ റോഡിന്റെ പുനർനിർമ്മാണത്തിന് അനുവദിച്ചിട്ടുണ്ടെന്ന് അറിയിച്ച് 3 തവണ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി പഞ്ചായത്ത് ഭരണസമിതിയും MLA-യും ജനങ്ങളെ കബളിപ്പിച്ചുവെന്നും പ്രദേശവാസികൾ പറയുന്നു. 3 തവണ നിർമ്മാണോദ്ഘാടനം നടത്തി 4.5 കോടി രൂപ ഫണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 4.5 കോടി രൂപ ഫണ്ട് വെച്ചിട്ടുള്ളത് അധികമായിട്ട് ഇനിയും ഫണ്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺട്രാക്ടർ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു മുടന്ത ന്യായമാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പഞ്ചായത്തിലേക്ക് ഇതിന്റെ സത്യാവസ്ഥ നിജസ്ഥിതി അറിയുന്നതിനായിട്ട് പഞ്ചായത്തിലേക്ക് ചെന്നിരുന്നു. അന്ന് ഞങ്ങളുടെ പേരിൽ ഒരു കള്ളക്കേസ് കൊടുത്ത് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെല്ലാം ഞങ്ങളെ വലിയൊരു ക്രിമിനലുകളായിട്ടാണ് ചിത്രീകരിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരെല്ലാം കേസിട്ട് തന്നിട്ടുണ്ട്. ഇനിയും പഞ്ചായത്തും ഇവിടുത്തെ A.C. മൊയ്തീൻ MLA-യും ഞങ്ങൾക്കെതിരെ കണ്ണടക്കുകയാണെങ്കിൽ വേറിട്ട രീതിയിലുള്ള ഞങ്ങളുടെ പ്രതിഷേധവും ശക്തമായ രീതിയിലുള്ള പ്രകടനങ്ങളും പഞ്ചായത്തിലേക്ക് ഉണ്ടായിരിക്കും. TCV എരുമപ്പെട്ടി.